മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുൻവശമല്ലേ, ഓട്ടോറിക്ഷ ധൈര്യമായി പാർക്ക് ചെയ്യാം, ബാഗ് ഓട്ടോയിൽ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ ചിന്തിച്ച് പത്തനംതിട്ട കോന്നി കുമ്മണ്ണൂർ സ്വദേശി സെയ്ദ് ഇസഹാഖ് മാതാവിനെയും കൂട്ടി കോന്നി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു. തിരികെ വന്നപ്പോൾ ഓട്ടോയിൽ വെച്ചിരുന്ന ബാഗ് കാണാനില്ല. 5500 രൂപ മോഷണം പോയത് പോകട്ടെ എന്ന് വയ്ക്കാം. മോഷണം പോയ ആധാർ കാർഡ്, പാൻ കാർഡ്, മരിച്ചുപോയ പിതാവിന്റെ KSRTC പെൻഷൻ തുക വാങ്ങുന്നതിനുള്ള പെൻഷൻ ബുക്ക്, ഗ്യാസ് ബുക്ക് എല്ലാം തിരിച്ചു കിട്ടാൻ ഇനി എന്ത് ചെയ്യണമെന്ന ആശങ്കയിലാണ് സെയ്ദ് ഇസഹാഖ്. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് സമീപം ഓട്ടോ പാർക്ക് ചെയ്ത ഭാഗത്ത് CCTV ഉണ്ട്. എന്നാൽ ഈ CCTV പ്രവർത്തനക്ഷമമല്ല എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്ന് സെയ്ദിന്റെ ഭാര്യ ഷാഹിദ പറഞ്ഞു. 10 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരാളിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലും മെഡിക്കൽ കോളേജ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പുതിയതായിട്ട് വന്ന മെഡിക്കൽ കോളേജാണ്. അവിടെ CCTV ഉണ്ട്, അവിടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ മാത്രമല്ല, ഇത്രയും വണ്ടികൾ വാഹനങ്ങളെല്ലാം വന്ന് കിടക്കുന്നു. അപ്പം ഇവർക്കെല്ലാം എന്ത് സേഫ്റ്റിയാണുള്ളത്? ഇപ്പം നമ്മൾ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ പോകത്തില്ല. അപ്പോൾ രോഗികൾക്കോ അവരുടെ കൂടെ വരുന്നവർക്കോ അവരുടെ വണ്ടികൾക്കോ ഒരു സുരക്ഷിതത്വം ഇല്ല. അപ്പം നമ്മളിങ്ങനെ അത്താഴപ്പട്ടിണിക്കാരൊക്കെ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അതൊന്നും ശരിയല്ല. ഇത്ര സെക്യൂരിറ്റി അവരിപ്പോൾ നമ്മൾ പറയുന്നത് അയ്യോ ഇത് 5ാമത്തെ കേസാ എന്നാ പറയുന്നത്. അപ്പം ഇത് 5 കേസ് ആവുന്നതിന് മുമ്പ് വരെ, അതായത് ഒരു 2ാമത്തെ കേസ് ആയപ്പോൾ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാമായിരുന്നു. ക്യാമറയുണ്ട്, ക്യാമറ ഞങ്ങളുടെ വണ്ടി കിടന്ന് ക്യാമറയുടെ മുന്നിലാണ്. ആ ക്യാമറ പോലും വർക്കിംഗ് അല്ലെന്ന് സിമ്പിളായിട്ട് അവർ പറയുന്നത്. 5650 രൂപ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഉള്ളവരല്ല. നമ്മളും വീട് പണി എല്ലാം കഴിഞ്ഞ് നമുക്ക് ആകെപ്പാടെ ലോണും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നവരാ. അപ്പം നമുക്ക് ഈ ഒരു പൈസ പോയത് തന്നെ വലിയ കഷ്ടമാണ്. നമ്മൾ ഇനി ഉണ്ടാക്കി അടയ്ക്കണം. പണം വേണ്ട, മോഷ്ടാവ് ദയവായി രേഖകളെങ്കിലും തിരിച്ചു തരണമെന്നാണ് സെയ്ദിന്റെ അഭ്യർത്ഥന. നിങ്ങൾ എടുത്ത ആരാണെങ്കിലും നമുക്ക് അത്രയും ആ പേഴ്സും പിന്നെ ബാക്കിയുള്ള പ്രൂഫും കാര്യങ്ങളെല്ലാം കൊണ്ടുതന്ന വളരെ ഉപകാരമായിരുന്നു. പൈസ നിങ്ങൾ പോയാൽ പോട്ടെ, എടുത്തിട്ട് പോട്ടെ. പിന്നെ നമുക്ക് എത്രയും പ്രൂഫ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസം കയറി ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് തരാൻ മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഒരു കടയുണ്ട് ആനത്തിൽ, ഐഫ ഫാൻസി, ഐഫ സ്റ്റേഷനറി എന്ന പേര്, അവിടെ കൊണ്ട് എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു 3 പേർ, എൻ്റെ അമ്മയുടെ റേഷൻ കാർഡ്, എൻ്റെ റേഷൻ കാർഡ്, എൻ്റെ പെങ്ങളുടെ റേഷൻ കാർഡ്, പിന്നെ എൻ്റെ പെങ്ങളുടെ ആധാർ, എൻ്റെ ആധാർ, പിന്നെ അച്ഛൻ്റെ സൊസൈറ്റിയിലെ പാസ്ബുക്ക്, പിന്നെ ഗ്യാസിൻ്റെ ബുക്ക്. അച്ഛൻ്റെ ആധാറുണ്ട്. അച്ഛൻ മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ആധാർ ഒരു തവണയും നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത് എടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അത് തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഞങ്ങളൊന്നും ഫ്രണ്ടിൽ വരാൻ പറ്റത്തില്ലെങ്കിൽ രാത്രിക്കോ കാര്യങ്ങൾ ആരില്ലാത്തപ്പോൾ കൊണ്ട് ആ കില്ലിനകത്തോട്ട് ഇട്ട വളരെ ഉപകാരമായിരുന്നു. CCTV ക്യാമറയുടെ സമീപത്തായാണ് ഓട്ടോ ഡ്രൈവറായ സെയ്ദ് ഓട്ടോ പാർക്ക് ചെയ്തത്. CCTV പ്രവർത്തനക്ഷമമല്ല എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഓട്ടോയിൽ ബാഗ് വെച്ചിട്ട് പോകില്ലായിരുന്നുവെന്നും സെയ്ദ് പറയുന്നു. പോലീസ് എയ്ഡ് പോസ്റ്റിലും സെയ്ദ് പരാതി നൽകി. റിപ്പോർട്ടർ, പത്തനംതിട്ട.